നമസ്തേ, എല്ലാവർക്കും പ്രണാമം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം സമാധിയെ കുറിച്ചിട്ടാണ്. ധാരാളം യോഗ പഠിതാക്കള്, തന്ത്ര പഠിതാക്കള്, അല്ലെങ്കിൽ ആധ്യാത്മിക വിഷയങ്ങളിൽ താല്പര്യമുള്ളവര് പലപ്പോഴും ചോദിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് തന്നെ പല വിധത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് സമാധി എന്നുള്ളതിനെ കുറിച്ച്. ഇപ്പോ ഈ അടുത്തിടെ നമ്മുടെ കേരളത്തിൽ വളരെ വലിയ ഒരു സമാധി വിവാദവും നടന്നിരുന്നു. അപ്പൊ എന്താണ് സമാധി? സമാധി എന്ന് പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ളത് കലണ്ടറിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനം, അല്ലെ? അല്ലെങ്കിൽ പത്രവാർത്തകളിൽ സമാധി ദിനം ആചരിച്ചു തുടങ്ങിയിരിക്കുന്ന വാർത്തകളിലൂടെ സമാധി എന്ന വാക്ക് നമുക്ക് പരിചിതമാണ്. അതുപോലെ തന്നെ സന്യാസിമാരൊക്കെ അവരുടെ ആ ഒരു മരണത്തെ നമ്മൾ സമാധി എന്നാണ് പറയുക. അവരുടെ മരണാനന്തര ചടങ്ങുകളെ സമാധി ഇരുത്തുക തുടങ്ങിയിരിക്കുന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ സമാധി എന്ന ആ ഒരു വാക്ക് നമുക്ക് പരിചയമാണ്. പക്ഷെ പലരും പല രീതിയിലാണ് സമാധിയെ കുറിച്ച് പറയാറുള്ളത്. അപ്പൊ യോഗയുടെ വീക്ഷണത്തിൽ എന്താണ് സമാധി എന്ന് പറയുന്നത്? ആ വാക്കിന്റെ അർത്ഥം തന്നെ സമമായ ധി എന്താണോ അതാണ് സമാധി എന്നുള്ളതാണ്. ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി. നമ്മളുടെ ബുദ്ധി സമമായിരിക്കുന്ന അവസ്ഥയാണ് സമാധി എന്ന ഒരു പദത്തിന്റെ അർത്ഥത്തിൽ നമ്മൾ പറയുന്നത്. ബുദ്ധി സമമായിരിക്കുക അല്ലെങ്കിൽ സമ്യക്കായിരിക്കുന്ന ബുദ്ധി എന്ന് നമുക്ക് സമാധി എന്ന പദത്തെ ഒരു തരത്തിൽ നമുക്ക് തിരിച്ചു പറയാം. ഇനി സമാധി എന്ന പദം യോഗശാസ്ത്രത്തിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രത്യേകിച്ചും അഷ്ടാംഗ യോഗ മാർഗത്തിലേക്ക് വരുമ്പോൾ മഹർഷി പതഞ്ജലി സമാധി എന്ന പദത്തെ, എന്ന വാക്കിനെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, അഷ്ടാംഗ യോഗത്തിലെ 8ാമത്തെ പടി, അല്ലെങ്കിൽ അഷ്ടാംഗ യോഗം നമ്മൾ ആചരിക്കുന്നത് ഈ സമാധി എന്ന് പറഞ്ഞ തലത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണെന്ന് മഹർഷി പാതഞ്ജല യോഗ സൂത്രത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പോ യോഗവീക്ഷണത്തിൽ, അഷ്ടാംഗ യോഗത്തിന്റെ വീക്ഷണത്തിൽ 8ാമത്തെ പടിയാണ് സമാധി എന്ന് പറയുന്നത്. അഷ്ടാംഗ യോഗയുടെ ആത്യന്തിക ലക്ഷ്യവും ഈ സമാധിയാണ്. യമനിയമാദികൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുക. എന്നാൽ യമനിയമം എന്ന് പറയുന്നത് ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് നമുക്ക് പറയാം. നമ്മളുടെ ഈ ജീവിതത്തിൽ ചെയ്യേണ്ടതും എന്നാൽ ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ആധ്യാത്മിക സാധനകൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ യോഗ പരിശീലിക്കുമ്പോൾ, കുണ്ഡലിനി ക്രിയകൾ പരിശീലിക്കുമ്പോൾ, തന്ത്രയോഗം പരിശീലിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു സാധനയുടെ ശക്തിയെ ചോർത്തിക്കളയാത്ത വിധത്തിൽ ചില നിയമങ്ങൾ പാലിക്കണമെന്നാണ് ഋഷികൾ പറയാറുള്ളത്. അതിനെയാണ് യമനിയമങ്ങളെന്നും സദാചാര നിയമങ്ങളെന്നും ധർമ്മ പ്രതിഫലന നിയമങ്ങളെന്നും ഒക്കെ വിവിധ പേരുകളിൽ വിളിച്ചിട്ടുള്ളത്. അത് ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകും. നമ്മള് രാവിലെ മുതൽ ഒരു കുടം നിറയ്ക്കാനായിട്ട് കുളത്തിൽ നിന്ന് വെള്ളം കോരുകയാണ്. വെള്ളം കോരിക്കൊണ്ടുവന്ന് നമ്മൾ കുടത്തിൽ ഒഴിക്കുന്നുണ്ട്. വളരെ വലിയ ഒരു കുടം നമ്മൾ വെച്ചിട്ടുണ്ട്. ആ കുടത്തിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വൈകിട്ടായിട്ടും കുടം നിറയുന്നില്ല. അപ്പോഴാണ് നമ്മൾ കുടം പരിശോധിക്കുന്നത്. കുടത്തിന്റെ അടിഭാഗത്ത് ചില ദ്വാരങ്ങൾ നമ്മൾ കാണുന്നു. ഇപ്പൊ രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ കുടം നിറയ്ക്കാനായിട്ട് നമ്മൾ പ്രയത്നിക്കുകയാണ്. പക്ഷെ നമ്മൾ കുടത്തിന്റെ അടി ശ്രദ്ധിച്ചിരുന്നില്ല. കുടത്തിന്റെ അടിയിൽ ദ്വാരങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ കുടം നിറയ്ക്കാൻ ശ്രമിച്ചിട്ടും വെള്ളം ആ ദ്വാരങ്ങളിലൂടെ ഒഴുകിപ്പോകുകയാണ്. എന്നതുപോലെ നമ്മൾ ആധ്യാത്മിക സാധനകൾ ചെയ്യുമ്പോൾ, യൗകിക താന്ത്രിക ക്രിയകൾ നമ്മൾ ചെയ്യുമ്പോൾ, ആ ചെയ്യുന്ന സാധനയുടെ ശക്തിയെ, അല്ലെങ്കിൽ ആ സാധനയിലൂടെ നമ്മളുടെ കുണ്ഡലിനി ശക്തിയിൽ രൂപപ്പെടുന്ന ഊർജത്തെ, പ്രാണശക്തിയെ, ധ്യാനശക്തിയെ നമ്മളിലേക്ക് പൂർണ്ണമായും സ്വാംശീകരിക്കുവാൻ ഈ സദാചാര നിയമങ്ങൾ, ധർമ്മ പ്രതിഫലന നിയമങ്ങൾ, യമ നിയമങ്ങൾ നമ്മൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മഹർഷി പതഞ്ജലി ഈ അഷ്ടാംഗയോഗ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ആദ്യം പറയുന്നത് നിങ്ങൾ യമനിയമം പാലിച്ചിട്ട് വരൂ എന്നുള്ളതാണ്. യമനിയമങ്ങളെ പറ്റി ചില ഗ്രന്ഥങ്ങളില് അത് 10 എന്ന് പറയുന്നുണ്ട്. മറ്റു ചിലതില് അഡീഷണൽ ആയിട്ട് ചില കാര്യങ്ങളെ കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. സത്യം, അഹിംസ, ബ്രഹ്മചര്യം, അസ്തേയം, അപരിഗ്രഹം, ശൗചം, ദാനം, ത്യാഗം, സേവനം, സന്തോഷം, തപസ്, ഈശ്വരപ്രണിധാനം, മുമുക്ഷുത്വം, ഇങ്ങനെയുള്ള 10 അതിൽ കൂടുതലായിട്ടും ഒക്കെ പറയാറുണ്ട്. ഇത്രയേ ഉള്ളൂ യമനിയമങ്ങൾ, അല്ലെങ്കിൽ ധർമ്മപ്രതിഫലന നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആത്മീയ സാധന ചെയ്യുന്ന ശക്തിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങളാണ്. അതാണ് ഞാൻ കുടത്തിന്റെ ഉദാഹരണം പറഞ്ഞത്. നമ്മൾ ആധ്യാത്മിക സാധനകൾ ചെയ്യുന്നു, പക്ഷെ സാധന ചെയ്തിട്ടും പൂർണ്ണമായൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. നമ്മളെ ശക്തി ചോർന്നു പോകുന്നു. അങ്ങനെ ശക്തി ചോർന്നു പോകാതിരിക്കാനുള്ള ശക്തി സംരക്ഷണ നിയമങ്ങളാണ്
ധർമ്മപ്രതിഫലന നിയമങ്ങളാണിത്. ദ്വാരമുള്ള കുടത്തിൽ വെള്ളമൊഴിച്ചൊരിക്കലും നമുക്ക് നിറയ്ക്കാൻ സാധിക്കില്ല, ദ്വാരം അടയ്ക്കണം. എന്നതുപോലെ നമ്മൾ ആധ്യാത്മിക സാധനകൾ ചെയ്യുമ്പോഴും മനസ വാച കർമ്മണ ഉള്ള നമ്മളുടെ വ്യക്തി ജീവിതവും നമ്മുടെ സമാജ ജീവിതവും ധർമാനുസൃതമായിരിക്കണമെന്നാണ് ഋഷികൾ പറയുന്നത്. അങ്ങനെ ധർമാനുസൃതമായി സദാചാര നിഷ്ഠയോടെ ജീവിക്കുവാൻ, അങ്ങനെ ജീവിച്ചുകൊണ്ട് ആത്മീയ സാധനകൾ, താന്ത്രിക സാധനകൾ ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ആധ്യാത്മിക സാധനകളുടെ ശക്തി ചോർന്നു പോകാതെ സംരക്ഷിച്ചു നിർത്തുന്നവയാണ് യമനിയമങ്ങൾ, സദാചാര നിയമങ്ങൾ, ധർമ്മപ്രതിഫലന നിയമങ്ങൾ, ശക്തി സംരക്ഷണ നിയമങ്ങൾ എന്ന് പറയുന്ന ഈ സത്യം, അഹിംസ, ബ്രഹ്മചര്യം, അസ്തേയം, അപരിഗ്രഹം, ശൗചം, ദാനം, ത്യാഗം, സേവനം, സന്തോഷം, തപസ്, ഈശ്വരപ്രണിധാനം, പിന്നെ തീവ്രമായ മോക്ഷേച്ഛ ഉൾപ്പെടെ മോക്ഷത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്താണ് വരിക. ഇത് പല സമ്പ്രദായങ്ങളിലും ഈ സദാചാര നിയമങ്ങൾ 10 ചിലതിൽ പറയും, 13 മറ്റു ചിലതിൽ പറയും, 16 പറയാറുണ്ട്. എങ്കിലും ഇത്രയുമാണെന്നറിയുക. ഇത്രയേ ഉള്ളൂ മനസ വാച കർമ്മണം. നമ്മൾ പല ക്ലാസ്സുകളിലും പറയാറുണ്ട്, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, വാക്കുകളിലൂടെ നമ്മൾ പറയുന്നു, കൈയും കാലും ഒക്കെ ഉപയോഗിച്ച്, ശരീരം ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. ഇങ്ങനെയാണ് കർമ്മം രൂപപ്പെടുന്നതെന്നറിയാം. ഇതാണ് സൂക്ഷ്മമായ കർമ്മ നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രൂപപ്പെടുന്ന കർമ്മം പോസിറ്റീവ് ആയിരിക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം. നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത്, വാക്കുകളിലൂടെ പറയുന്നത്, കർമ്മേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്കോ വ്യക്തിക്കോ സമാജത്തിനോ ദോഷം വരാത്ത രീതിയിലായിരിക്കണം. ആ നിയമങ്ങളെയാണ്, അല്ലെങ്കിൽ ദോഷം വരാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് നമ്മൾ പുലർത്തേണ്ടതായ, അതാണ് ഡൂസ് ആൻഡ് ഡോൺസ്, ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങളെയാണ് സദാചാര നിയമങ്ങൾ എന്ന് പറയുക. അല്ലെ? ദ്വാരമില്ലാത്ത കുടത്തെ നമുക്ക് നിറയ്ക്കാൻ പറ്റും. അതുപോലെ ധർമ്മം ചെയ്യുന്ന, അല്ലെങ്കിൽ സദാചാര നിഷ്ഠയോടുകൂടി ആത്മീയ സാധനകൾ ചെയ്യുമ്പോൾ ആത്മീയ ശക്തി നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കും. കുടത്തിന് ദ്വാരമുണ്ടെങ്കിൽ ഒഴിക്കുന്ന വെള്ളം ഒഴുകിപ്പോകും. നമ്മൾ സദാചാര നിഷ്ഠയില്ലാതെ ധാർമ്മികമല്ലാത്തൊരു നിയമം, ഒരു ജീവിതം നയിച്ചുകൊണ്ട് യോഗ, ധ്യാന, പ്രാണായാമാദി തന്ത്രാദികൾ ചെയ്താൽ അതിന് പൂർണ്ണമായ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ പരിപൂർണമായ ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമങ്ങൾ ഋഷികൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അഷ്ടാംഗ യോഗത്തിലെ ആദ്യ നിയമം യമ നിയമങ്ങളാണ്. മനസ വാച കർമ്മണ, വ്യക്തിപരമായി നമ്മൾ ചെയ്യുന്നതും സാമാജികമായി ചെയ്യുന്നതും. വ്യക്തിപരമായി ചെയ്യാന്ന് വെച്ചാൽ, ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ആത്മാവുണ്ട്. അല്ലെ? ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ്, 4 ഘടകങ്ങൾ ചേർന്നിട്ടുണ്ട്. സമൂഹം അല്ലെങ്കിൽ സമാജം എന്ന് പറയുന്നതിനും 4 ഘടകങ്ങളുണ്ട്. കുടുംബമുണ്ട്, സമൂഹമുണ്ട്, രാഷ്ട്രമുണ്ട്, ലോകമുണ്ട്. അതാണ് വ്യക്തി അവനവനോട് ചെയ്യേണ്ട ധർമ്മമാണ് വ്യക്തിധർമ്മം. വ്യക്തി താൻ ജീവിക്കുന്ന സമൂഹത്തോട്, കുടുംബത്തോട്, പൊതുവെ സമൂഹത്തോട്, രാഷ്ട്രത്തോട്, ലോകത്തോട് ചെയ്യേണ്ടതാണ് സാമൂഹിക ധർമ്മം അല്ലെങ്കിൽ സാമാജിക ധർമ്മം എന്ന് നമ്മൾ പറയുന്നത്. വ്യഷ്ടിധർമ്മവും സമഷ്ടിധർമ്മവും എന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ വ്യക്തി ജീവിതത്തിലാണെങ്കിലും സാമാജിക ജീവിതത്തിലാണെങ്കിലും നമ്മൾ ഇടപെടുന്നത് ഇതുകൊണ്ടാണ്, മനസ്സ വാച കർമ്മണയാണ്. അപ്പൊ അതിനെ ധാർമ്മികമാക്കുക, സദാചാര നിഷ്ഠമാക്കുക, എന്നിട്ട് യോഗ ധ്യാനാദികൾ ചെയ്യാനാണ് മഹർഷി പതഞ്ജലി പറയുന്നത്. അതാണ് അഷ്ടാംഗ യോഗത്തില് ആദ്യം യമനിയമങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ യമനിയമങ്ങൾ നന്നായിട്ട് പാലിച്ച്, പണ്ട് നമ്മൾ ആശ്രമത്തിലൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ, ഇന്നും ഉത്തരേന്ത്യയിലെ പല ആശ്രമങ്ങളിലും നമ്മൾ താന്ത്രിക ടെക്നിക്കുകളൊക്കെ പഠിക്കാൻ പോയാൽ അവരൊരു 2-3 മാസം, ഒരു 90 ദിവസമെങ്കിലും മിനിമം നമ്മളെ അവിടെ നിർത്തി ഇത്തരത്തിലുള്ള യമനിയമങ്ങളൊക്കെ പഠിപ്പിച്ച് നമ്മളത് പാലിക്കുന്നുണ്ടോ, നമ്മൾ മനസാവാച കർമ്മണമുള്ള നമ്മളുടെ ചിന്ത, നമ്മളുടെ പെരുമാറ്റങ്ങൾ, ഇതൊക്കെ നിരീക്ഷിച്ചിട്ടാണ് ചില ആശ്രമങ്ങളിൽ ഇത്തരത്തിലുള്ള ഉന്നതമായ യൗകിക താന്ത്രിക ക്രിയകൾ പഠിപ്പിക്കുക. പക്ഷെ ആധുനിക കാലത്തിൽ, കലികാലത്തിൽ നമ്മളെല്ലാവരും യമനിയമങ്ങളൊക്കെ പാലിച്ചിട്ട് യോഗ ചെയ്യട്ടെ, തന്ത്ര ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ കലികാല മനുഷ്യർക്ക് ആർക്കും തന്നെ യോഗയും തന്ത്രയും പ്രാണായാമവും ധ്യാനവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ശരീര മനോ നിയന്ത്രണങ്ങളില്ല. അതുകൊണ്ട് കലികാലത്തിൽ ആ നിയമങ്ങളെ ഋഷികൾ കുറെ കൂടി, അല്ലെങ്കിൽ ഗുരുക്കന്മാർ കുറെ കൂടി ലൈറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ പ്രാണായാമവും യോഗയും ധ്യാനവും ഒക്കെ ചെയ്ത് യമ നിയമങ്ങൾ കൂടി പാലിക്കുക എന്നൊരു രീതിയിലേക്ക് ഇന്ന് ആധുനിക കാലത്തിൽ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോ മനസ്സിന് നിയന്ത്രണമില്ലാത്ത ഒരാളോട് നമ്മൾ പറയുകയാണ്, നീ പോയി മനസ്സിനെ നിയന്ത്രിച്ചിട്ട് വാ, എന്നിട്ട് ധ്യാനം പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും അയാൾക്ക് ധ്യാനം പഠിക്കാൻ പറ്റില്ല, പ്രാണായാമം ചെയ്യാൻ പറ്റില്ല, മന്ത്രം ജപിക്കാൻ പറ്റില്ല. പഴയ കാലത്തിൽ നമ്മൾ പറയുന്ന സത്യയുഗം, ത്രേതായുഗം, ദ്വാപര യുഗത്തിലൊക്കെ അന്നുള്ള മനുഷ്യർക്ക് നമ്മളെക്കാൾ കൂടുതൽ ധാർമ്മിക ബോധവും സദാചാര നിഷ്ഠയും ഉണ്ടായിരുന്നു. കലികാലത്തിലേക്ക് വന്നപ്പോൾ അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കലികാലത്തിൽ ഗുരുക്കന്മാർ, ആചാര്യന്മാർ, ഋഷികൾ പറയുന്നു,
പ്രാണായാമവും മന്ത്രജപവും ധ്യാനവും ഒക്കെ അവരെ പഠിപ്പിക്കുക. അത് പഠിപ്പിച്ച് മനോനിയന്ത്രണവും ശാരീരിക നിയന്ത്രണവും യമനിയമങ്ങളും ഒക്കെ അവർ പാലിക്കട്ടെ എന്നാണ് പറയുക. അപ്പൊ മഹർഷി പതഞ്ജലി യോഗസൂത്രം എഴുതിയ കാലഘട്ടത്തിൽ സമൂഹഘടന വ്യത്യസ്തമായിരുന്നു. ഇന്നത്തെ സമൂഹഘടന വ്യത്യസ്തമാണ്. അപ്പൊ യമനിയമങ്ങൾ പാലിച്ചതിന് ശേഷം യമം നിയമം, പിന്നീട് ആസനങ്ങൾ പഠിക്കുന്നു. എന്താണ് ആസനാസ് എന്ന് പറഞ്ഞാൽ? നമ്മളുടെ ശരീരത്തിനെ ഉറപ്പിച്ചു നിർത്താൻ സ്ഥിരം സുഖം ആസനം. അതായത് ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ, ഒരു പ്രാണായാമം ചെയ്യാൻ, ഒരു മന്ത്രം ജപിക്കാൻ നിശ്ചലമായൊരു ശരീരം നമുക്ക് ആവശ്യമാണ്. ഇന്ന് ആധുനികകാല മനുഷ്യന് പലതരത്തിലുള്ള ശാരീരിക അവശതകളുണ്ട്. ബാഹ്യ അവയവങ്ങളാണെങ്കിലും ആന്തരിക അവയവങ്ങളാണെങ്കിലും നാഡീ സംവിധാനങ്ങളാണെങ്കിലും പലതരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചിരിക്കുന്നു. ഇന്ന് നിലത്ത് ചമ്രം പടിഞ്ഞ്, ഇപ്പൊ നമ്മൾ യോഗ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ നിലത്തിരുന്ന് ചെയ്യുന്നവരുടെ എണ്ണം ഇന്ന് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുക. പല ക്ലാസ്സുകളും തുടങ്ങുന്ന സമയത്ത് യുവാക്കൾക്ക് പോലും യുവതികൾക്ക് പോലും ഇന്ന് കസേരയിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. കാരണം അത്രത്തോളം വ്യായാമത്തിന്റെ അഭാവം നമ്മളുടെ ജീവിതത്തിലുണ്ട്. ആ വ്യായാമം ശരിയായി ചെയ്യാത്തത് കൊണ്ടാണ് ശാരീരിക രോഗങ്ങൾ ഉണ്ടാവുക. മനുഷ്യ ശരീരം ആരോഗ്യപൂർണമായിട്ട് നിലനിൽക്കണമെങ്കിൽ ശരിയായ ആഹാരവും ശരിയായ ശ്വസനവും ശരിയായ ഉറക്കവും ശരിയായ വിശ്രമവും ശരിയായ വ്യായാമവും ശരിയായ പ്രകൃതിബന്ധവും ഋതുചര്യകളുടെ പാലനവും ഒക്കെ ഉണ്ടെങ്കിലേ ഈ മനുഷ്യ ശരീരം, പഞ്ചഭൂതാത്മകമായ ശരീരം ആരോഗ്യകരമായിട്ട് നിലനിൽക്കൂ. പക്ഷെ നമ്മളുടെ ഇന്നത്തെ വളരെ ഫാസ്റ്റ് ലൈഫില് നമ്മൾ തോന്നുന്ന പോലെ ആഹാരം കഴിക്കുന്നു, തോന്നുമ്പോൾ കിടന്ന് ഉറങ്ങുന്നു. നമുക്കൊരു സമയനിഷ്ഠ കൃത്യനിഷ്ഠ ഇല്ല. ഈ പ്രപഞ്ചത്തിന് ഒരു ഋതം, ഒരു താളം ഉണ്ടെന്നാണ് പറയുക. ഈ താളത്തിനനുസൃതമായിട്ടാണ് നമ്മളുടെ ശരീരവും രൂപപ്പെട്ടത്, അല്ലെ? ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ ആ സിസ്റ്റത്തിൽ യോജിക്കുന്ന തരത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ. പ്രകൃതിയോട് ഇണങ്ങി വേണം നമ്മൾ ജീവിക്കാൻ എന്ന് പറയും. പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ധാർമ്മിക അല്ലാത്ത കാര്യങ്ങൾ മനസാ വാച കർമ്മണ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുക. പഞ്ചഭൂതങ്ങൾ കോപിക്കുക എന്ന് പറയും. ആയുർവേദത്തിൽ ത്രിദോഷങ്ങളുടെ കോപം, വാതപിത്ത കഫങ്ങൾ, അവയുടെ ത്രിദോഷങ്ങൾ കൊണ്ട് രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പറയുക. അപ്പൊ ഈ പഞ്ചഭൂതങ്ങളെ ശരിയായ രീതിയിൽ നമുക്ക് കൊണ്ടുപോയാൽ, അതായത് കൃത്യനിഷ്ഠയും ദിനചര്യയും ഉള്ളൊരു ജീവിതം, യോഗാത്മകമായ ഒരു ജീവിതം നമുക്ക് നയിച്ചു കഴിഞ്ഞാൽ പല രോഗങ്ങളിൽ നിന്നും, ശാരീരിക മാനസിക രോഗങ്ങളിൽ നിന്നും നമുക്ക് വിമുക്തരാക്കാൻ കഴിയും എന്നാണ് യോഗികൾ പറയുക. യമനിയമങ്ങൾ പഠിച്ചതിന് ശേഷം ആസനാസ് പഠിക്കുന്നു. അതായത് പലതരത്തിലുള്ള ആസനങ്ങളുണ്ട് യോഗയിൽ നമ്മൾ ശിഥിലീകരണ വ്യായാമങ്ങൾ, അല്ലെങ്കിൽ സർവാംഗ വ്യായാമിക് യോഗ്, അല്ലെങ്കിൽ യോഗ വ്യായാമം എന്നൊക്കെ വിളിക്കുന്ന മെത്തേഡുകളുണ്ട്. അതായത് ശരീരത്തിനെ ധ്യാനം ചെയ്യാനുള്ള ഒരു ശേഷി, അതിനുള്ള കരുത്ത്, അതിനുള്ള കഴിവ്, അതിനുള്ള വഴക്കം ശരീരത്തിന് കൊടുക്കണം. ശരീരം നമുക്കൊരു 30 മിനിറ്റെങ്കിലും നിശ്ചലമായി ഒരു ഉറച്ച പാറ പോലെ ഇരുത്താൻ നമുക്ക് പറ്റണം. പക്ഷെ ഇന്ന് ആധുനിക കാല മനുഷ്യർക്ക് വളരെ പ്രയാസമാണ്. പക്ഷെ യോഗ പരിശീലനത്തിലൂടെ, ഈ പറയുന്ന വ്യായാമങ്ങളിലൂടെ, യോഗിക് എക്സർസൈസുകളിലൂടെ സാധിക്കും. കാലുകൾക്കുള്ള വ്യായാമം, കൈകൾക്കുള്ള വ്യായാമം, നട്ടെല്ലിനുള്ള വ്യായാമം, കഴുത്തിനുള്ള വ്യായാമം, കണ്ണുകൾക്കുള്ള വ്യായാമം, അങ്ങനെ വിവിധ വ്യായാമങ്ങളുണ്ട്. ഇതാണ് നമ്മൾ, അല്ലെ? കൈയും കാലും കഴുത്തും നട്ടെല്ലും ഇതെല്ലാം ചേർന്നതാണ് നമ്മളുടെ ശരീരം. നമ്മൾ ഇന്ന് ആഹാരം ഒരുപാട് കഴിക്കുന്നു, അല്ലെ? ഒരുപാട് സമയം നമ്മൾ ഉറങ്ങുന്നു. പക്ഷെ വ്യായാമത്തിന്റെ പ്രാധാന്യം നമ്മൾ അറിയുന്നില്ല. ഇന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും പറയുന്നു, നമ്മളൊരു 30 മിനിറ്റെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമം നമ്മൾ നടത്തണം, എന്നെങ്കിലേ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഒന്നില്ലെങ്കിലും നടക്കുക, ഓടുക, ജോഗിങ് പോലെയുള്ള കാര്യങ്ങൾ. പക്ഷെ അതിൽ ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള വ്യായാമമാണ് യോഗിക് എക്സർസൈസുകൾ. കരവ്യായാമങ്ങൾ, പാദവ്യായാമങ്ങൾ, കരവ്യായാമങ്ങൾ, ഗ്രീവം, കഴുത്ത് വ്യായാമങ്ങൾ, നേത്രവ്യായാമങ്ങൾ, നട്ടെല്ല്, മേരുദണ്ഡ വ്യായാമങ്ങൾ, സൂര്യ നമസ്കാരം, ചന്ദ്ര നമസ്കാരം, അനങ്കരതി നമസ്കാരം, അങ്ങനെ വിവിധ തരത്തിലുള്ള നമ്മളുടെ അടിമുതൽ മുടി വരെയുള്ള ശാരീരിക അവയവങ്ങളെ ഫ്ലെക്സിബിൾ ആക്കാനുള്ള, അതിന് ബലം കൊടുക്കുന്നതിനുള്ള എക്സർസൈസുകളുണ്ട്. അതെല്ലാം പഠിച്ചിട്ട് വിവിധ തരത്തിലുള്ള യോഗാസനങ്ങൾ നമ്മൾ പഠിക്കണം, അല്ലെ? വിവിധ യോഗാസനങ്ങളുണ്ട്. ലളിതമായ ലഘു യോഗാസനങ്ങളുണ്ട്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ക്ലാസിക്കൽ യോഗാസനങ്ങളുണ്ട്. പാർത്ഥമേരുദണ്ഡാസനം, മേരുദണ്ഡാസനം, ശലഭാസനം, ധനുരാസനം, സർവാംഗാസനം, അല്ലെ? വിപരീതകരണി, അങ്ങനെ വിവിധ തരത്തിലുള്ള യോഗാസനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത് എന്തിനു വേണ്ടിയാണ്? ധ്യാനം ചെയ്യാൻ, സ്ഥിരം സുഖം ആസനം എന്ന അവസ്ഥയിലേക്ക് ശരീരത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. ഒരുപാട് യോഗാസനങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. ഒരു 10-12 യോഗാസനങ്ങൾ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരീരം എപ്പോഴും ഫ്ലെക്സിബിൾ ആക്കി നിർത്താൻ പറ്റും. സ്ഥിരം സുഖം ആസനം, നന്നായിട്ട് നട്ടെല്ല് നിവർന്ന് ഉറച്ച് ഇരുന്ന് ധ്യാനം ചെയ്യാൻ പറ്റും. ശരീരം പലപ്പോഴും രോഗഗ്രസ്തമാകുന്നത് കൊണ്ട്, കാലുവേദന, നടുവേദന, ഇരിപ്പ് ശരിയാകുന്നില്ല, അതുകൊണ്ടാണ് പലപ്പോഴും ധ്യാനം നന്നായിട്ട് നടക്കാത്തത്. ശരീരം നിശ്ചലമായിരുന്നാലേ മനസ്സും പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള ക്രിയകൾ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
അപ്പൊ അത് കറക്റ്റ് ചെയ്യുന്നതിനാണ് മഹർഷി പതഞ്ജലി ആസനം, യോഗാസനങ്ങൾ ശീലിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വിവിധ തരത്തിലുള്ള യോഗാസനങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. അത് ഓരോ മനുഷ്യന്റെ ആരോഗ്യസ്ഥിതി, പ്രായം, രോഗാവസ്ഥ ഇതെല്ലാം അനുസരിച്ച് ഒരു യഥാർത്ഥ യോഗ ഗുരുവിൽ നിന്ന്, ആചാര്യനിൽ നിന്ന് പഠിക്കുന്നതാണ് ഉത്തമം. യോഗാസനങ്ങൾ നിത്യവും ജീവിതത്തിൽ അനുഷ്ഠിച്ചാൽ ശരീരം ഫ്ലെക്സിബിൾ ആയിരിക്കും, ബലമുള്ളതായിരിക്കും, എന്ത് ചെയ്യാനുള്ള കഴിവും നമുക്കുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ യമനിയമങ്ങൾ പഠിച്ച് യോഗാസനങ്ങൾ പഠിച്ച് യമനിയമങ്ങൾ, പിന്നെ ആസന, പിന്നീട് നമ്മൾ പഠിക്കുന്നത് പ്രാണായാമമാണ്. അങ്ങനെ യോഗാസനങ്ങൾ പഠിച്ച് സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു ശരീരം കൊണ്ട് നമുക്ക് പ്രാണായാമങ്ങൾ ചെയ്യാൻ പറ്റും. പ്രാണനെ ആയാമം ചെയ്യുക, പ്രാണനെ നീട്ടുക എന്നും പ്രാണനെ നിയന്ത്രിക്കുക എന്നും വരുതിയിൽ വരുത്തുക എന്നും ഒക്കെ പ്രാണായാമത്തിന് അർത്ഥമുണ്ട്. വിവിധ തരത്തിലുള്ള പ്രാണായാമങ്ങളുണ്ട്. ശ്വാസവും അല്ലെ, നിരന്തരം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ശ്വാസോച്ഛ്വാസ പ്രക്രിയ. അപ്പൊ ശ്വാസോച്ഛ്വാസത്തെ പ്രത്യേക രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ട് പൂരകം ഇൻഹലേഷൻ, രേചകം എക്സലേഷൻ പുറത്തേക്ക് വിടുന്നത്, പൂരകം ഉള്ളിലേക്ക് വലിക്കുക, രേചകം പുറത്തേക്ക് വിടുക, അന്തർകുംഭകം ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഉള്ളിൽ പിടിച്ചു നിർത്തുക, ബഹിർകുംഭകം ബാഹ്യകുംഭകം ശ്വാസം പുറത്തേക്ക് വിട്ട് പുറത്ത് പിടിച്ചു നിർത്തുക, പിന്നെ കേവല കുംഭകം തനിയെ ശ്വാസം നിശ്ചലമാകുന്ന അവസ്ഥ. അങ്ങനെ പ്രധാനമായും 5 ടൈപ്പ് ശ്വാസ നിയന്ത്രണ മെത്തേഡുകളുണ്ട്. അപ്പൊ ശ്വാസ നിയന്ത്രണത്തിലൂടെ അതിന് പിന്നിലുള്ള സൂക്ഷ്മശക്തിയായ പ്രാണനെ നിയന്ത്രിക്കുക. പ്രാണൻ നിയന്ത്രണത്തിൽ വന്നാലേ നമുക്ക് മനസ്സ്, നമ്മളുടെ ബോധതലം പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാൻ നമുക്ക് സാധിക്കും എന്ന് പറയും. അങ്ങനെ ഉള്ള വിവിധ പ്രാണായാമങ്ങളുണ്ട്. നാഡീശുദ്ധി, അനുലോം വിലോം, പൂരകരേചക, 4 സ്റ്റെപ്പ് പ്രാണായാമ, സൂര്യഭേദി, ചന്ദ്രഭേദി, കപാലഭാതി, സക്രിയ, ഭസ്ത്രിക, ഉജ്ജായി, ശീതളി, ഷീത്കരി, ഭ്രമരി, അങ്ങനെ വിവിധ തരത്തിലുള്ള ഹഠയോഗ പ്രാണായാമങ്ങളും, അതേപോലെ വശിക്രിയ പോലെയുള്ള വസിയോഗത്തിലെ അല്ലെങ്കിൽ സ്വരയോഗത്തിലെ, ശരനൂൽ യോഗത്തിലെ വിവിധ തരത്തിലുള്ള രാജയോഗ പ്രാണായാമങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള പ്രാണായാമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സും നമ്മളുടെ ബോധവും അല്ലെങ്കിൽ നമ്മളുടെ ചിത്തം പൂർണ്ണമായും നമ്മളുടെ കൺട്രോളിൽ വരും എന്നുള്ളതാണ്. അപ്പൊ യമനിയമങ്ങൾ ചെയ്യുന്നു, പിന്നെ ആസനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു, പ്രാണായാമം ചെയ്യുന്നു. അങ്ങനെ പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പ്രത്യാഹാരം സംഭവിക്കും. പ്രത്യാഹാരം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ശേഷി നമുക്കുണ്ടാകും. അല്ലെ, 5 ഇന്ദ്രിയങ്ങൾ ആണ് ഈ ലോകത്തെ നമുക്ക് കാണിച്ചു തരുന്നത്, അറിവ് തരുന്നത്. കണ്ണ് കാഴ്ച, ചെവി കേൾവി, നാവ് രുചി, മൂക്ക് ഗന്ധം, ത്വക്ക് സ്പർശനം. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്നതാണ് നമ്മളുടെ മനസ്സിലെത്തുന്നത്, നമ്മളുടെ മനസ്സ് രൂപപ്പെടുന്നത്, നമ്മളുടെ സ്വഭാവം രൂപപ്പെടുന്നത്, വ്യക്തിത്വം രൂപപ്പെടുന്നത്. കാണുന്നതും കേൾക്കുന്നതും എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ, നല്ലതാണെങ്കിൽ ജീവിതം പോസിറ്റീവ് ആയിരിക്കും, നല്ലതായിരിക്കും. കാണുന്നതും കേൾക്കുന്നതും അതിലൂടെ രൂപപ്പെടുന്ന മനസ്സും പിന്നീടുള്ള ചിന്തകളും നെഗറ്റീവ് ആണെങ്കിൽ ജീവിതത്തിൽ നെഗറ്റീവ് ഉണ്ടായിരിക്കും. അപ്പൊ ബി പോസിറ്റീവ്, ബി ക്രിയേറ്റീവ് എന്ന് നമ്മൾ പറയും. നല്ലത് കാണുക, അല്ലെ, നല്ലത് കേൾക്കുക, അതിലൂടെ നമ്മൾ നല്ലത് ചിന്തിക്കുക, നല്ല വാക്കുകൾ പറയുക, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക. അപ്പൊ നമുക്ക് നല്ലത് കിട്ടും. നമ്മൾ എന്താണ് ഈ പ്രപഞ്ചത്തിലേക്ക് ഇൻപുട്ടായി കൊടുക്കുന്നത്, അതാണ് നമുക്ക് ഔട്ട്പുട്ടായി കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നാം എന്ത് ചിന്തിക്കുന്നു നാം അതായി തീരുന്നു എന്നുള്ള ലോ ഓഫ് അട്രാക്ഷനിൽ പറയുക. അപ്പൊ പ്രാണായാമത്തിലൂടെ മനസ്സിനെയും ബോധത്തെയും അല്ലെങ്കിൽ ചിത്തത്തെ, മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാകും. അപ്പോ യമനിയമങ്ങൾ നമ്മൾ ചെയ്യുന്നു, പിന്നീട് ആസനാസ് പ്രാക്ടീസ് ചെയ്യുന്നു, പിന്നീട് പ്രാണായാമങ്ങൾ ചെയ്യുന്നു. പ്രാണായാമങ്ങളിലൂടെ പ്രത്യാഹാരം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള, അതിലൂടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് വരുന്നു. അങ്ങനെ ധാരണാശക്തി ഉണ്ടാകുന്നു. എന്താണ് ധാരണ എന്ന് വെച്ചാൽ ഒന്നിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള കഴിവിനെയാണ് ധാരണ എന്ന് പറയുന്നത്. അല്ലെ, ധരിക്കുക, ധാരണ ചെയ്യുക. പല കാര്യങ്ങളുണ്ട്, പക്ഷെ ഒന്നിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ എപ്പോഴും പറയാനുള്ള ഉദാഹരണമുണ്ട്. നമ്മൾ വീട്ടിലിരുന്ന് TV കാണുകയാണ്, അല്ലെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ, പാട്ടുണ്ട്. വീടിന്റെ അകത്ത് ആ ഹാളിൽ പലതരത്തിലുള്ള ബഹളങ്ങളുണ്ട്. കുട്ടികൾ ബഹളം വെക്കുന്നുണ്ട്, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, പല വസ്തുക്കൾ ആ ഹാളിൽ ഇരിപ്പുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മളുടെ ഇന്ദ്രിയമായ കണ്ണ് കേന്ദ്രീകരിക്കുന്നില്ല. നമുക്ക് താല്പര്യമുള്ള TV സ്ക്രീനിലെ സിനിമയിൽ അല്ലെങ്കിൽ പാട്ടിൽ നമ്മൾ കേന്ദ്രീകരിക്കുന്നു, കണ്ണ് കേന്ദ്രീകരിക്കുന്നു, ചെവി കൊണ്ടത് കേൾക്കുന്നു. ഇതൊരു ധാരണയാണ്. അതുപോലെ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചുറ്റും അനേകം ബഹളങ്ങളുണ്ട്. ബസ്സിന്റെ അകത്തെ ബഹളം, യാത്രക്കാരുടെ സംസാരം, കണ്ടക്ടർ ടിക്കറ്റ് കൊടുക്കുന്ന ബഹളം, പുറത്ത് വാഹനങ്ങൾ ചീറിപ്പായുന്ന ബഹളം, പല കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ആ ബസ്സിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ പലതരത്തിലുള്ള ശബ്ദങ്ങളിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ശബ്ദത്തിലേക്ക്, പാട്ടിലേക്ക് നമ്മളുടെ ഇന്ദ്രിയമായ ചെവി കേന്ദ്രീകരിക്കുന്നു. ഇതൊരു ധാരണയാണ്. ധാരണയുടെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ പല ശബ്ദങ്ങളുള്ളതിൽ, പല കാഴ്ചകളുള്ളതിൽ ഒന്നിലേക്ക് കേന്ദ്രീകരിക്കുവാനുള്ള കഴിവിനെയാണ്, ഇന്ദ്രിയത്തിന്റെ കഴിവിനെയാണ് ധാരണ എന്ന് പറയുന്നത്. നമ്മൾ പ്രാണായാമം ചെയ്യുമ്പോഴും ശ്വാസം കയറുന്ന അനുഭവത്തെ, ശബ്ദത്തെ അറിയുക എന്ന് പറയും, ധാരണ ചെയ്യുക എന്ന് പറയും. മന്ത്രം ജപിക്കുമ്പോൾ
വാഗൊണ്ട് ചൊല്ലുന്ന മന്ത്രം ചെവി കൊണ്ട് കേൾക്കുക എന്ന് പറയും. അതും ഒരു ധാരണയാണ്. അപ്പൊ ഇത് നമ്മളുടെ മനസ്സിന്റെ ഏകാഗ്രതാശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു ടെക്നിക്കാണ്. കേന്ദ്രീകരിക്കുക. പ്രാണായാമമാണെങ്കിൽ ശ്വാസം കയറുന്ന അനുഭവം, ഇറങ്ങുന്ന അനുഭവം, അല്ലെങ്കിൽ ശബ്ദം. മന്ത്രം ജപിക്കുമ്പോൾ വാഗൊണ്ട് ചൊല്ലുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്. അപ്പോൾ അതിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കും. ഇതാണ് ധാരണ. ഏകാഗ്രതയുടെ ശ്രദ്ധയുടെ ഭാഗമാണ് ധാരണ എന്ന് പറയും. അല്ലെ? ഒന്നിലേക്ക് ഏകാഗ്രമാകുന്നു, ഒന്നിലേക്ക് ശ്രദ്ധിക്കുന്നു. ആ ശ്രദ്ധ കൂടുതൽ സമയം നീളുമ്പോൾ ഒരു 16 സെക്കൻഡിന് മേലെ ഒരു കാര്യത്തെ നമ്മൾ കണ്ട് അല്ലെങ്കിൽ കേട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധ എന്താകും? ഏകാഗ്രതയാകും. അത് ഒരു 16 സെക്കൻഡിന് മേലെ ആ ഏകാഗ്രത നീണ്ടു കഴിഞ്ഞാൽ അത് ധാരണയായി മാറും. അല്ലെ? ധാരണ കൂടുതൽ സമയം നമ്മൾ അതിലേക്ക് ധാരണ ചെയ്യാനുള്ള ശേഷി ഉണ്ടായാൽ, കൂടുതൽ സമയം ഒഴുകിക്കഴിഞ്ഞാൽ അത് ലയനം ഉണ്ടാക്കുന്നതാണ്. ധ്യാനം സംഭവിക്കും. മറ്റെല്ലാത്തിനെയും മറന്നുകൊണ്ട് നമ്മൾ അതായി തീരുക. പല നദികൾ പല സ്ഥലങ്ങളിലൂടെ ഒഴുകി വരുമ്പോൾ പല പേരുകളാണ്. ഇതാണ് ധാരണ എന്ന് വിചാരിക്കുക. ഗംഗ, യമുന, കാവേരി, ബ്രഹ്മപുത്ര. ഇത് ഏകമായ സമുദ്രത്തിൽ വന്നു ചേരുമ്പോൾ ഇത് ഗംഗയിലെ ജലം, യമുനയിലെ ജലം, ബ്രഹ്മപുത്ര, ഇങ്ങനെയുള്ള പേരുകളൊന്നുമില്ല. അത് ആ ഒരു സമുദ്രം മാത്രമായിട്ട് മാറുന്നു. അപ്പോൾ ധാരണ ഉറച്ചുറച്ചുറച്ചു വന്നു കഴിഞ്ഞാൽ അത് ധ്യാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ധ്യാനം എന്ന് വെച്ചാൽ ആ നദികൾ സമുദ്രത്തിൽ വന്ന് ലയിക്കുന്ന അവസ്ഥയാണ്. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനം, നിർവിഷയ മന എന്നൊക്കെ പറയും. ഒന്നിലേക്ക് മനസ്സ് പോകാതെ എന്തിനെ പറ്റിയാണോ നമ്മൾ ധ്യാനിക്കുന്നത്, നമ്മൾ അതാകുന്ന അവസ്ഥ എന്ന് പറയും. അല്ലെ? അതാണ് ധ്യാനം. ആ ധ്യാനാവസ്ഥ കൂടി വരുമ്പോഴാണ്, ധ്യാനാവസ്ഥ നീളുമ്പോഴാണ്, ഒരു 45 മിനിറ്റിന് മുകളിൽ ധ്യാനം ചെയ്തു പോകാനുള്ള ശേഷി ഉണ്ടെങ്കിൽ നമുക്ക് ധ്യാനത്തിന്റെ പല തലങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ്. അതിന് പിന്നെ സമാധി തലങ്ങളുണ്ട്. സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി എന്നൊക്കെ പറയും. സമാധി എന്ന് വെച്ചാൽ ആ പ്രപഞ്ച ബോധവുമായിട്ട്, യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സുമായിട്ട് നമ്മൾ ഒന്നു ചേർന്നിരിക്കുന്ന അവസ്ഥയാണ്. നമ്മളുടെ ശരീരത്തെ, മനസ്സിനെ, ബോധത്തെ മറന്നുകൊണ്ട് ദിവ്യമായ പ്രപഞ്ചബോധവുമായി നമ്മൾ ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ് സമാധി എന്ന് യോഗശാസ്ത്രത്തിൽ നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഇവിടെ യോഗയുടെ അല്ലെങ്കിൽ തന്ത്രയുടെ ഏറ്റവും ടോപ്പ് തലമാണ് സമാധി എന്ന് പറയുന്നത്. അതായത് ഈശ്വരാനന്ദത്തിൽ, ഈശ്വര ബോധത്തിൽ ഇടതടവില്ലാതെ നമ്മൾ വർത്തിക്കുന്ന അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. ഇതാണ് സമാധി എന്ന വാക്കിന്റെ യോഗശാസ്ത്രപരമായിരിക്കുന്ന അർത്ഥം, അഷ്ടാംഗ യോഗത്തിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ യമനിയമങ്ങൾ പാലിച്ച് ആസനങ്ങൾ പ്രാക്ടീസ് ചെയ്ത്, പ്രാണായാമം പഠിച്ച്, പ്രത്യാഹാരം സംഭവിച്ച്, പിന്നീട് ധാരണ വന്ന് ധ്യാനം സംഭവിച്ചിട്ട് നമ്മൾ എത്തുന്ന തലമാണ് സമാധി. യമനിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി എന്ന് മഹർഷി പതഞ്ജലി പറയും. ഇതാണ് സമാധിയുടെ ഒരർത്ഥം. പിന്നെ നമ്മൾ പൊതുവെ സമാധി എന്ന് നമ്മൾ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സന്യാസികള്, ആധ്യാത്മിക പുരുഷന്മാര് അവര് മരണപ്പെടുമ്പോൾ അവരുടെ ആ ഒരു മരണത്തെ, അവർ മരിച്ചു എന്നല്ല പറയുക, അവര് സമാധിയായി എന്നാണ് പറയുക. കാരണം അവര് ആധ്യാത്മിക സാധനകൾ ചെയ്ത് ഈശ്വരനുമായി ലയിച്ചവരായതുകൊണ്ട്, അല്ലെങ്കിൽ ഈശ്വരീയ ബോധത്തിലേക്ക് പോയവരായതുകൊണ്ടാണ് സമാധി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. സമാധി എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടതിന് ശേഷമുള്ള അവസ്ഥ മാത്രമല്ല, ജീവിച്ചിരിക്കെ തന്നെ സമാധി നമുക്ക് പ്രാപിക്കാൻ കഴിയും. അതാണ് അഷ്ടാംഗ യോഗത്തിൽ പറയുന്ന സമാധി. സവികൽപ്പ സമാധി. സവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈശ്വരീയമായ ആനന്ദം സദാ ലഭിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഞാനും ഈശ്വരനും എന്ന അദ്വൈതഭാവം അവിടെ ഉണ്ടാകും. നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാവില്ല, ഈശ്വരൻ മാത്രമായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സമുദ്ര ജലത്തിന് മുകളിൽ സമുദ്രജലം നിറച്ച ഒരു മൺകുടം കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒരു മൺകുടത്തിനുള്ളില് സമുദ്രജലം നിറച്ച് അതേ സമുദ്രത്തിന് മുകളിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സവികൽപ്പ സമാധിയിലെ അവസ്ഥ. ആ മൺകുടത്തിലെ സമുദ്രജലം നമ്മളാണ്, ഞാൻ, ജീവാത്മാവ്. ആ മൺകുടം കിടക്കുന്ന സമുദ്രം പരമാത്മാവാണ്. പക്ഷെ ആ സമുദ്രത്തെയും മൺകുടത്തിലെ ജലത്തെയും തമ്മിൽ ഒന്നു ചേർക്കാത്ത ഒരു തടസ്സമായി എന്തുണ്ട്? മായ, അവിദ്യ, അജ്ഞാനം. ആ മൺകുടം ഉണ്ടെന്നാണ് പറയുക. അതായത് സവികൽപ്പ സമാധിയിൽ ഇങ്ങനെ ഒരു ദ്വൈതഭാവം ഉണ്ടാകും. മൺകുടം പൊട്ടിക്കഴിഞ്ഞാലോ മൺകുടത്തിലെ ജലം സമുദ്രജലത്തിലേക്ക് തരും. ഇതാണ് നിർവികൽപ്പ സമാധി എന്ന് പറയും. അങ്ങനെയുള്ള അനേകം മഹത്തുക്കൾ നമ്മളുടെ ഭാരതത്തിലുണ്ടായിരുന്നു. ഇപ്പൊ ശ്രീരാമകൃഷ്ണ പരമഹംസരെ പോലെ, പരമഹംസ യോഗാനന്ദനെ പോലെ, ലാഹിരി മഹാശയനെ പോലെ, ക്രിയായോഗത്തിന്റെ മഹാഗുരുക്കന്മാരൊക്കെ അത്തരത്തിലുള്ള നിർവികൽപ്പ സമാധിയിലെത്തിയവരാണ്. അപ്പൊ അവര് മരിക്കുകയല്ല ചെയ്യുന്നത്, ജീവിച്ചിരിക്കെ തന്നെ ഈശ്വര ബോധത്തിലേക്ക് ലയിക്കുന്ന അവസ്ഥ, അതിനെയും സമാധി എന്ന് പറയും. സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി, പിന്നെ പലതരത്തിലുള്ള സമാധികളെ പറ്റി, അഷ്ടാംഗ യോഗയൊക്കെ പഠിച്ചാൽ വിവിധ തരത്തിലുള്ള സമാധികളെ പറ്റി പറയുന്നുണ്ട്.
അപ്പൊ ഇതും ആണ് ഈശ്വരന്റെ ആ ബോധാവസ്ഥയിൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ സമാധി എന്ന് പറയും. അത് മരണാനന്തരമല്ല, ജീവിച്ചിരിക്കെ തന്നെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ സമാധി എന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകാറുണ്ട്. പിന്നെ മറ്റൊരർത്ഥത്തിൽ സമാധി എന്ന് പറയുന്നത് ഈ പറഞ്ഞ യോഗികള് അല്ലെങ്കിൽ ഋഷികള്, യോഗികൾ അല്ലെങ്കിൽ സന്യാസികൾ സമാധിയാകുന്ന സമയത്ത് അവരെ സമാധി ഇരുത്തുന്ന ചടങ്ങുണ്ട്. അത് പ്രധാനമായും ഭൂസമാധി, ജലസമാധി, പിന്നെ അഗ്നിസമാധി, വിവിധ തരത്തിലുള്ള സമാധികളുണ്ട്. ഭൂസമാധി എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം ഒരു ഒരു അറയിൽ അല്ലെങ്കിൽ ഒരു ശവകുടീരത്തിലേക്ക് ഇരുത്തി പ്രത്യേക പൂജകളൊക്കെ ചെയ്ത് ഭസ്മമൊക്കെ ഇട്ട് അവിടെ പിന്നീട് ഒരു സമാധി മന്ദിരം കെട്ടുന്ന രീതിയുണ്ട്. അതാണ് ഭൂസമാധി എന്ന് പറയുന്നത്. പിന്നെ ജലസമാധിയുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ നമുക്കത് കാണാൻ പറ്റും. ചിലര് മരണശേഷം അല്ലെങ്കിൽ ആ സമാധിയായി കഴിഞ്ഞ് ശിഷ്യന്മാർ ആ ശരീരത്തെ എടുത്ത് ഗംഗാനദിയിലേക്ക് സമർപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ ജലത്തിലേക്ക് സമർപ്പിക്കുന്ന രീതിയുണ്ട്. മറ്റൊന്ന് അഗ്നിസമാധി. അത് പൊതുവേ ഉണ്ട്. ശരീരത്തെ അഗ്നിക്കിരയാക്കുക, ഭസ്മമാക്കുക എന്ന് പറയും. ഇനി സ്വയം തന്റെ ഉള്ളിലെ പ്രാണശക്തി ഉപയോഗിച്ച് ശരീരം അഗ്നിമയമാക്കി അഗ്നിക്ക് സമർപ്പിക്കുന്നവരുണ്ട്. അത് വളരെ ടോപ്പായിട്ടുള്ളവര് ആൾക്കാര്. ഇപ്പൊ ശ്രീരാമകൃഷ്ണൻ സരയൂ നദിയിലേക്ക് ഇറങ്ങി സമാധിയായതായിട്ടാണ് നമുക്ക് രാമായണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ഉള്ള പല മഹായോഗികളും ഇത്തരത്തിലുള്ള ജലസമാധിയും അഗ്നിസമാധിയും ഒക്കെ നടത്തിയായിട്ട് കാണാം. വെള്ളലാർ സിദ്ധരെ പോലെയുള്ളവരൊക്കെ അരുൾപ്പെരും ജ്യോതിയായിട്ട് ശരീരത്തെ ഒരു വലിയൊരു ജ്യോതിസാക്കി പരമാണുക്കളിലേക്ക് ലയിച്ചു പോവുകയാണ് ചെയ്തതെന്നാണ്. രമണ മഹർഷി സമാധിയായ സമയത്ത് രമണ മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് അദ്ദേഹം സമാധിയായി കിടന്നപ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വലിയൊരു പ്രഭ, ഒരു ഊർജം, ഒരു വെളിച്ചമായി ഉയർന്ന്, ഒരു വെള്ളി നക്ഷത്രം പോലെ ഉയർന്ന് അരുണാചലത്തിലേക്ക് പോയി ലയിച്ചു എന്നാണ് പറയുക. ഇങ്ങനെ പലതരത്തിലുള്ള വളരെ വിശിഷ്ടമായിരിക്കുന്ന സമാധികളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ സമാധി എന്ന് പറയുന്നതിന് പല അർത്ഥതലങ്ങളുണ്ട്. അഷ്ടാംഗയോഗത്തിലൊരു സമാധിയുണ്ട്. പിന്നെ നമ്മൾ ധ്യാനത്തിലൂടെ എത്തി ധ്യാനത്തിന് ശേഷം എത്തുന്ന സമാധി തലമുണ്ട്. സവികല്പ സമാധി, നിർവികല്പ സമാധി. പിന്നെ സന്യാസികള്, മഹായോഗികള് ജീവിച്ചിരിക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു സമാധി തലത്തിൽ ഈശ്വരീയ ബോധവുമായിട്ട് ഒന്നുചേരുന്ന അവസ്ഥയും സമാധി എന്ന് പറയും. ഇനി അവരുടെ മരണാനന്തരം അവരുടെ ശരീരത്തെ ഭൂസമാധി, ഭൂമിയില് സമാധി മന്ദിരം കെട്ടി കുടിയിരുത്തുന്നതും സമാധിയാണ്. ജലസമാധിയുണ്ട്. അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നതും സമാധിയാണ്. ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള അർത്ഥങ്ങൾ സമാധിക്കുണ്ടെന്ന് ഇപ്പൊ നമുക്ക് ലളിതമാക്കി മനസ്സിലാക്കാം. അപ്പൊ അഷ്ടാംഗ യോഗത്തിലാണ് യോഗശാസ്ത്രത്തിൽ പറയുന്ന സമാധിയുടെ ഏറ്റവും ഉന്നത തലത്തെ പറ്റി പറയുന്നത്. നമസ്തേ. ഓം നമഃ ശിവായ.